ഹായ് ഗായ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ അന്ന് ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാൻ. എന്നാലാണ് കേട്ടോ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ ബീഫ് കറി ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തേക്കണേ. അതേ കഴുകി ക്ലീൻ ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ ബീഫ് കറിക്ക് ആവശ്യമായ സാധനം 2 സവാള, 1 ഉണ്ട വെളുത്തുള്ളി, 1 തക്കാളി, 3 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി കേട്ടോ. പച്ചമുളക് 3 എടുത്താണ്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ അതാ തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ. അത് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്താണ്ട് കേട്ടോ, ഉള്ളി സാധനങ്ങളും വഴറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഗ്യാസ് എത്തിച്ച് കൊടുത്താണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ട് ഉള്ളി, തക്കാളി, സവാള, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്തേക്ക്. ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പെട്ടെന്ന് വഴണ്ടിട്ടാൻ വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഉള്ളിലേക്കും പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടും കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സിമ്മിൽ ഇട്ട് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ മൂടി വെച്ച് കൊടുത്തേ. ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കിയാലോ. അപ്പോൾ അതാ വഴണ്ട് വന്നുണ്ട് കേട്ടോ. ഇച്ചിരിയോടെ ഒന്ന് വഴണ്ട് വന്നു കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് മിനിറ്റ് ആയിരുന്നു ഇങ്ങനെ കിടന്നൊന്ന് മൂത്ത് വരണം കേട്ടോ.
മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തേണ്ടതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്ന് തുടങ്ങി. ഇനി അതിലേക്ക് നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം മീറ്റ് മസാല. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കണ്ട. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ കുക്കറിലേക്ക് ബീഫ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളമോട് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ അടച്ചു കൊടുക്കാം കേട്ടോ. കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്യാസിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ അതാ കുക്കർ ഗ്യാസിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 4 വിസിലടിക്കണം കേട്ടോ. 4 വിസിലടിക്കുമ്പോഴത്തേക്കും വെന്ത് വരും. 4 വിസിലടിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബീഫ് ഇവിടെ വെന്ത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 4 വിസിലടിച്ചപ്പോഴത്തേക്ക് ഓഫായി കൊടുത്തിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്ത് നോക്കണം. അതാ ബീഫ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ് കേട്ടോ. അതാ ഇച്ചിരി കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. അതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ ബൗളിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ബീഫ് കറി ഇവിടെ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബീഫ് കറിയുടെ ഒപ്പം കഴിക്കാൻ പത്തിരിയാണ് കേട്ടോ എടുത്തേണേ. നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ പത്തിരിയും ബീഫ് കറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.